തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നാലെ ക്രെഡിറ്റിന് വേണ്ടിയുള്ള അടി BJP പാളയത്തിൽ തുടങ്ങി എന്നുള്ള കൗതുകകരമായ വാർത്തയാണ് വരുന്നത്. ഇപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് കൊടുത്തുകൊണ്ട് BJP കേരള എന്ന പേജിൽ, അതായത് കെ സുരേന്ദ്രൻ പക്ഷം നിയന്ത്രിക്കുന്ന ഒരു പേജിൽ കെ സുരേന്ദ്രനെ വാഴ്ത്തിക്കൊണ്ട് തൃശൂരിലെ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ കെ സുരേന്ദ്രനാണ് എന്ന നിലയിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ തന്നെ നയിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടുമൊക്കെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിലേക്ക് ഇക്കാര്യം പെടുത്തിയപ്പോൾ സുരേഷ് ഗോപി അങ്ങനെ ഒരു പോസ്റ്റിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല, ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്നതും ശ്രദ്ധിക്കേണ്ടി വരുന്നു. തൃശൂരിന്റെ ചുമതലയുള്ള പ്രഭാരിയായ MG രമേശനാണ് ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് എന്ന നിലയിലൊക്കെയുള്ള ചർച്ചകൾ മുമ്പോട്ട് പോകുന്നു. പക്ഷെ സുരേഷ് ഗോപി വിജയവുമായി ബന്ധപ്പെട്ട് കൃത്യമായും പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ നല്ലവരായ എല്ലാ മനുഷ്യരും എനിക്ക് വോട്ട് ചെയ്തു. അത് SDPI-കാർ പോലും വോട്ട് ചെയ്തിട്ടുണ്ട്. SDPI-യിലെ നല്ല മനുഷ്യർ പോലും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അവരിൽ ചിലർക്ക് ഭീഷണിയുണ്ട്, അവരെയൊക്കെ സംരക്ഷിക്കും എന്നൊക്കെ സുരേഷ് ഗോപി പറയുന്നുണ്ട്. അതായത് BJPയുടെ ഏതെങ്കിലും ഒരു നേതാവിന്റെയോ BJP സംസ്ഥാന ഘടകത്തിന്റെയോ ഒന്നും അവരുടെയൊക്കെ പിന്തുണയും അവരുടെയൊക്കെ പ്രവർത്തനവും ഒക്കെ ഉണ്ടാകാം. പക്ഷെ അതിനപ്പുറത്ത് അവിടുത്തെ ജനവിധി നിർണയിച്ചതിലും അവിടെ ഇത്ര വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുത്തതിലും ഈ പറയപ്പെടുന്നത് പോലെ കേരളത്തിൽ BJPയിലെ എണ്ണം പറഞ്ഞ ഗ്രൂപ്പുകൾ, എണ്ണിയാലൊടുങ്ങാത്ത ഗ്രൂപ്പുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, BJPയിലെ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ അവരുടെ നേതാക്കളോ ഒന്നും വലിയ പങ്ക് അല്ലെങ്കിൽ സംഭാവന അതിൽ നൽകി എന്ന് പൊതുവെ കാണാൻ കഴിയുന്നില്ല. കേരളത്തിലെ സാധാരണ ഒരു ശരാശരി BJPക്കാരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ആശങ്ക കേരളത്തിലെ ഈ നേതൃത്വം തന്നെയാണ്. അത് BJP സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ല കേട്ടോ, കേരളത്തിലെ ഈ നേതാക്കൾ, പൊതുവെ ഈ നേതൃസ്ഥാനത്തിരിക്കുന്നവരൊക്കെയാണ് കേരളത്തിലെ BJPയുടെ വലിയ പരാജയം. ആ നേതാക്കളൊക്കെ വലിയ പരാജയമാണ്. ആ പരാജയമാണ് ശരിക്കും BJP സംബന്ധിച്ച് കേരളത്തിൽ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ഒത്തിരി BJPക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നടാടെ ജയിക്കുന്നു, ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ നിന്നൊരു ലോക്സഭാ പ്രാതിനിധ്യം ഉണ്ടാകുന്നു, ഒരു MP ഉണ്ടാകുന്നു. അത് സുരേഷ് ഗോപിയെ പോലെ ഒരു നടൻ എന്ന നിലയ്ക്ക് മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം ഒരു ഇരുത്തം വന്ന പക്വതയാർജിച്ചൊരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ, ജനസേവകൻ എന്ന നിലയിലൊക്കെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ആ ഒരു മൂർച്ചയും കണിശതയും ഒക്കെ വ്യക്തമാണ്. അപ്പോൾ അതിനിടയിലും ഈ BJP എന്ന് പറയുന്ന സംവിധാനം കേരളത്തിൽ കൂടുതൽ സാധ്യത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. നമുക്കറിയാം, 11 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തേക്ക് വരിക എന്ന് പറയുന്നതൊന്നും ചെറിയ കാര്യമല്ല. ആറ്റിങ്ങൽ നമുക്കറിയാം, വലിയ പ്രതീക്ഷ, ഒരു ത്രികോണ മത്സരമൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ പോലും പ്രവചിക്കാത്ത ഒരിടത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന വോട്ട് ഷെയറുമായിട്ടാണ് V മുരളീധരൻ കേന്ദ്രമന്ത്രി അവിടെ അടിച്ചു കയറിയത്. അപ്പൊ അതുപോലെ വിശ്വസിക്കാൻ കഴിയാത്ത വണ്ണം BJPയുടെ വോട്ട് ഷെയർ ഉയരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ നിലയ്ക്ക് BJP നേതാക്കൾക്കിടയിൽ തന്നെ അവർ ആരാണ് തൃശ്ശൂരിലെ വിജയത്തിന്റെ ശില്പി, അതിന്റെ പിന്നാമ്പുറത്ത് അതിന്റെ ക്രെഡിറ്റ് ആർക്ക് എന്നൊക്കെയുള്ള ചർച്ചകൾ ഉണ്ടാകുന്നത് എന്നത് അത് BJP അണികൾക്കിടയിൽ തന്നെ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒന്നാണ്, അവർക്ക് നിരാശയുണ്ടാക്കുന്ന ഒന്നാണ്. BJPക്ക് കേരളത്തിൽ കൂടുതൽ സാധ്യതകൾ ഉണ്ടായി വരുന്ന ഒരു ഘട്ടത്തിലെങ്കിലും ഇത്തരം വിവാദങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എന്നൊരു ചിന്തയാണ് തോന്നുന്നത്. അതിനപ്പുറത്ത് ഇപ്പോൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും അതിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ആ അധ്യക്ഷന് ഇതിന്റെ ക്രെഡിറ്റിന്റെ ഒരു ഭാഗം കൊടുക്കേണ്ടതാണ്. അത് കൊടുത്തില്ലെങ്കിൽ തന്നെ അത് അദ്ദേഹത്തിന് അവകാശപ്പെടാവുന്ന ഒന്നാണ്. കെ സുരേന്ദ്രനെ സംബന്ധിച്ച് ഇപ്പോൾ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന് 18 സീറ്റ് കിട്ടി. BJPക്ക് UDF-ന് ഒരു സീറ്റ് പോലും കിട്ടിയില്ല. കോൺഗ്രസിന് 1 സീറ്റും കിട്ടിയില്ല. ലീഗിന് 1 സീറ്റ്, പൊന്നാനി മണ്ഡലം E. അഹമ്മദ് മാത്രം ജയിച്ചു. അതുപോലെ മൂവാറ്റുപുഴയിൽ PC തോമസ് അവിടെ അങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി, പിന്നീട് അദ്ദേഹം അറിയാമല്ലോ. അങ്ങനെ PC തോമസിന്റെ ഒരു വിജയവുമുണ്ട്. ആ 18 സീറ്റ് നേടിയപ്പോൾ സ്വാഭാവികമായും പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന് തന്നെയായിരുന്നു. CPM ആണല്ലോ എപ്പോഴും, LDF എന്ന് പറയുമ്പോഴും CPM ആണ് അതിന്റെ നെടുനായകത്വം വഹിക്കുന്ന പാർട്ടി എന്ന നിലയിൽ പിണറായി വിജയന് തന്നെയായിരുന്നു അതിന്റെ ക്രെഡിറ്റ് കൽപ്പിച്ചു കൊടുത്തത് കേരളം. അപ്പൊ അതുപോലെ ഇപ്പോൾ ഇങ്ങനെ സുരേഷ് ഗോപിയുടെ വിജയമാകട്ടെ, കേരളത്തിൽ പല മണ്ഡലങ്ങളിലുള്ള വോട്ട് ഷെയറിലുള്ള വർധനവാകട്ടെ, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിന്റെ ക്രെഡിറ്റ് അതിപ്പോൾ ആരും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ്, ഇപ്പോൾ കെ സുരേന്ദ്രൻ ആണെങ്കിൽ കെ സുരേന്ദ്രൻ, അതല്ല ഇനിയിപ്പോ മറ്റാരെങ്കിലും ആണെങ്കിൽ MD രമേശ് ആണെങ്കിൽ MD രമേശ്, അതിലേക്ക് തന്നെ പോകും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി ഈ അണികൾക്കിടയിലും പൊതുസമൂഹത്തിനിടയിലും ആശയക്കുഴപ്പം ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ കേരളത്തിലെ BJP നേതൃത്വം കാണിക്കണമെന്നാണ് ഈ വിവാദങ്ങൾ കണ്ടപ്പോൾ തോന്നിയത്.